വേനൽക്കാലത്ത് 85% ജലക്ഷാമം, മഴക്കാലത്ത് രൂക്ഷമായ വെള്ളപ്പൊക്കം. ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ ചൈന ഭീമൻ അണക്കെട്ട് പണിതാൽ ഇന്ത്യ അനുഭവിക്കേണ്ടി വരുന്ന പ്രത്യാഘാതങ്ങളാണിവ. ചൈനയുടെ വമ്പൻ പദ്ധതി നടപ്പിലായാൽ ഇന്ത്യയിലും ബംഗ്ലാദേശിലും വെള്ളപ്പൊക്കത്തിനും ജലക്ഷാമത്തിനും സാധ്യതയുണ്ടെന്നും വൻതോതിലുള്ള ജലനിയന്ത്രണത്തിനും ഇത് ഇടയാക്കുമെന്നുമാണ് ഇന്ത്യയുടെ ആശങ്ക. എന്നാൽ ഇന്ത്യയും വെറുതെ ഇരിക്കാനുള്ള ഒരുക്കത്തിലല്ല. ചൈനയുടെ മെഡോക് ജലവൈദ്യുത പദ്ധതിക്ക് മറുപടി നൽകാൻ ബ്രഹ്മപുത്രയിൽ മറ്റൊരു കൂറ്റൻ അണക്കെട്ട് നിർമ്മിക്കാൻ ആരംഭിച്ചിരിക്കുകയാണ് ഇന്ത്യ. ഏകദേശം 268.5 മീറ്റർ ഉയരത്തിൽ ഉത്തരാഖണ്ഡിലെ ഭാഗീരഥി നദിക്ക് കുറുകെ തലയുയർത്തി നിൽക്കുന്ന ടെഹരി ഡാമാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഡാമെന്ന് നമുക്കറിയാം. എന്നാൽ ടെഹരിയെയും മറികടക്കുന്ന ഒരു ഡാമിന്റെ നിർമ്മാണത്തിലാണ് ഇന്ത്യ. പദ്ധതി പ്രാവർത്തികമായാൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടെന്ന സ്ഥാനം ഇനി ഈ അണക്കെട്ടിലായിരിക്കും. അരുണാചൽ പ്രദേശിലെ ദിബാങ്ങിലാണ് പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നത്. 17,069 കോടി രൂപ ചിലവ് പ്രതീക്ഷിക്കുന്ന ഡാം നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത് നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷനാണ്. 2032ഓടെ പദ്ധതി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യം. ഇനി ദിബാങ് ഡാമിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം. 278 മീറ്റർ ഉയരത്തിൽ പണിയാൻ പോകുന്ന ഈ അണക്കെട്ട് നിർമ്മാണം പൂർത്തിയായാൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള അണക്കെട്ട് എന്ന റെക്കോർഡ് സ്വന്തമാക്കും. 3000 മെഗാവാട്ട് വരെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനോടൊപ്പം ദിബാങ് താഴ്വരയിലെ വെള്ളപ്പൊക്ക നിയന്ത്രണത്തിനും ഈ അണക്കെട്ട് സഹായകമാകും. വൈദ്യുതി ഉൽപാദനത്തിനും ഫ്ലഡ് മാനേജ്മെന്റിനുമായി ഏകദേശം 43 കിലോമീറ്റർ നീളമുള്ള ഒരു പ്രധാന ജലസംഭരണി ഈ അണക്കെട്ടിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. അരുണാചൽ പ്രദേശിലെ ലോവർ ദിബാങ് വാലി ജില്ലയിൽ സ്ഥിതി ചെയ്യാൻ പോകുന്ന ഈ അണക്കെട്ട് ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയായ ദിബാങ് നദിയിലാണ് പണിയുക. അതേസമയം 60 ജിഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വരെ ശേഷിയുള്ളതാണ് ചൈനയുടെ മെഡോക് ജലവൈദ്യുത പദ്ധതി. ടിബറ്റിലെ യാർലുങ് സാങ്പോ അഥവാ ബ്രഹ്മപുത്രയിൽ ചൈന നിർമ്മിക്കുന്ന ഡാം പ്രോജക്ട് ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാകുമെന്നാണ് റിപ്പോർട്ടുണ്ടായിരുന്നത്. ഏകദേശം 300 ദശലക്ഷം ആളുകൾക്ക് വരെ ഉപയോഗപ്രദമാകാൻ പോകുന്നതാണ് ഈ പദ്ധതി. എന്നാൽ സെൻസിറ്റീവ് ഏരിയ, ഭൂകമ്പ സാധ്യതാ പ്രദേശം, മറ്റ് പാരിസ്ഥിതിക കാരണങ്ങൾ എന്നിവ മൂലം ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഈ അണക്കെട്ട് ഭീഷണി ഉയർത്തുന്നുമുണ്ട്. കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദിബാങ് ഡാം പദ്ധതിക്ക് തറക്കല്ലിട്ടിരുന്നുവെങ്കിലും പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാവുകയായിരുന്നു. എന്നാൽ ജൂലൈയിൽ ടിബറ്റിൽ ബ്രഹ്മപുത്രയ്ക്ക് കുറുകെ ഭീമൻ അണക്കെട്ട് നിർമ്മിക്കുമെന്ന് ചൈന പ്രഖ്യാപിച്ചതോടെ ഇന്ത്യ കാര്യങ്ങൾ വേഗത്തിലാക്കുകയായിരുന്നു. ഇന്ത്യയുടെ സുരക്ഷയെ സംബന്ധിച്ച് നിർണായകമായ നീക്കമാണിതെന്നാണ് വിദഗ്ധർ പറയുന്നത്. ചൈനയിൽ നടന്ന ഷാങ്ഹായ് ഉച്ചകോടിക്ക് ശേഷം ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ദൃഢമായതായി കാണപ്പെടുന്നുണ്ടെങ്കിലും ചൈനീസ് അണക്കെട്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്ക തന്നെയാണ്.